Dear students, വലിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. ഇതിന് കാരണം നമ്മൾ സ്കൂളൊക്കെ തുറന്നു, ഇപ്പോൾ എല്ലാവരും സ്കൂളിലേക്ക് വരാൻ തുടങ്ങി. എങ്കിലും കുറേ കുട്ടികൾക്കെങ്കിലും റെഗുലറായിട്ട് ഇപ്പോഴും സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. മാത്രമല്ല ഇപ്പോൾ സ്കൂളിൽ വന്ന് പകുതി ദിവസമേ ഉള്ളൂ, കുറച്ച് കുട്ടികളെ ആയിട്ടേ വരുന്നുള്ളൂ. ഈ കാരണം കൊണ്ടൊക്കെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടും നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്ത് കുറച്ച് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഫിസിക്സ് +2 ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അത് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, കൂലോംസ് ലോ പറഞ്ഞു, ഗോസസ് ലോ പറഞ്ഞു, ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ്. അപ്പോൾ അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോക്ക് കടക്കുന്നതിന് മുമ്പായി എന്താണ് ഗോസസ് ലോ എന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചതാണ്, അതും ഒന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ ആദ്യം എന്താണ് ഗോസസ് ലോ എന്ന് നമുക്കൊന്ന് നോക്കാം, ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ഗോസസ് ലോ, Gauss's law states that the total electric flux through a closed surface is 1/epsilon naught times the charge enclosed by that surface. അപ്പോൾ അതൊന്ന് എഴുതിയിട്ട് നോട്ട്സ് എഴുതേണ്ടവർ എൻ്റെ കൂടെ തന്നെ എഴുതി വരിക. നമുക്കതെന്താണെന്ന് കാണാം, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനും കാണാം. അപ്പോൾ എന്താണ് Gauss's law? Gauss's law states that the electric flux through a closed surface is 1/epsilon times the charge enclosed by the surface. ഇവിടെ എപ്സിലോൺ നോട്ട് എന്താണെന്ന് ഓർമ്മയില്ലേ? എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലോസ് സർഫസ് ഫ്രീ സ്പേസ് അഥവാ വാക്യൂം അല്ലെങ്കിൽ എയറിലാണുള്ളതെങ്കിൽ 1/epsilon എന്ന് പറയാം. അതല്ല ഏതെങ്കിലും ഒരു മീഡിയത്തിനാണ് എങ്കിൽ 1/epsilon എന്ന് പറയാം. അപ്പോൾ ഇതിനെ ഒരു മാത്തമാറ്റിക്കൽ ഫോമിൽ പറയുമ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഏത് സിമ്പിൾ കൊണ്ടാണ്? Phi എന്ന സിംബലിലാണ് ഇലക്ട്രിക് ഫ്ലക്സ് കാണിക്കുന്നത്. അപ്പോൾ phi is equal to 1/epsilon times the charge enclosed. ചാർജിന്റെ സിംബൽ എന്താണ്? Q അല്ലേ? അപ്പോൾ 1/epsilon into Q എന്നതിനെ Q/epsilon എന്ന്. അപ്പോൾ ഇതാണ് ഗോസസ് ലോ. ഇവിടെയുള്ള ചാർജ് എൻക്ലോസ്ഡ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? നമുക്കൊരു ക്ലോസ് സർഫസ് ഉണ്ടെങ്കിൽ ഏത് ഷേപ്പും ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചാർജസ് ഉണ്ട്. സപ്പോസ് ഇവിടെ ഒരു +2 കൂളോം ചാർജ് ഉണ്ട്, ഇവിടെ ഒരു +3 കൂളോം ചാർജ് ഉണ്ട്, ഇവിടെ ഒരു -4 കൂളോം ചാർജ് ഉണ്ട്. ഇങ്ങനെ പല ചാർജുകൾ ഉണ്ട് എങ്കിൽ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് എത്രയായിരിക്കും? 2 + 3 5 -4, അപ്പോൾ 1 കൂളംബ് ആയിരിക്കും ടോട്ടൽ ചാർജ് എന്നുള്ളത്. ഇനി പുറത്ത് വേറെ എന്തെങ്കിലും ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു +4 കൂളംബ് ചാർജ് ഉണ്ട്. അപ്പോൾ പുറത്തുള്ള ഒരു ചാർജിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് കേസെങ്കിൽ ചാർജ് എൻക്ലോസ് Q എന്ന് പറയുന്നത് 2 + 3 5 -4, അതായത് 1 കൂളംബ് ആയിരിക്കും. പുറത്തുള്ളതൊന്നും കൺസിഡർ ചെയ്യണ്ട, ഓൺലി ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ആ സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതാണ് ഗോസസ് ലോ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി റിവൈസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ്? വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്? അതുകൂടി ഒന്ന് നോക്കാം. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ മുൻപ് പഠിച്ചതാണ്. ഈ സിമ്പിൾ തന്നെയാണ് ഇലക്ട്രിക് ഫ്ലക്സിന്. സോ phi, electric flux is defined as the dot product of
ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് സർഫസ് ഏരിയ. അപ്പോൾ നമുക്ക് phi is equal to E dot S എന്ന് പറയാം. ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഇത്. കണ്ടോ, ഇന്റെ മുകളിലും ആരോ ഇട്ടിട്ട് എസിന്റെ മുകളിലും ആരോ ഇട്ടിട്ടുണ്ട്. കാരണം ഇലക്ട്രിക് ഫീൽഡും സർഫസ് ഏരിയയും വെക്ടേഴ്സ് ആണ്. പക്ഷേ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ടിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് അഥവാ സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ് എടുക്കുക. അപ്പോൾ ഇ ഡോട്ട് എസ് എന്ന് പറഞ്ഞാൽ അത് ഇ ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഇൻ്റെയും എസിൻ്റെയും തമ്മിലുള്ള ആംഗിൾ. പൊതുവെ സർഫസ് ഏരിയ നമ്മളൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് മിക്കവാറും കൺസിഡർ ചെയ്യാറ്. പക്ഷേ പല സമയത്തും ഫിസിക്സിൽ നമ്മൾ സർഫസ് ഏരിയ ഒരു വെക്ടറായിട്ട് എടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു പെട്ടിട്ടുണ്ട്. ഇതിന് പല സർഫസ് ഉണ്ട് കേട്ടോ. ഇതൊരു സർഫസ് ആണ്, ഇതൊരു സർഫസ് ആണ്. ഇവിടെ മുകളിലും താഴെയും ഓരോ സർഫസ് ഉണ്ട്. പിന്നെ അതിൻ്റെ 4 ഭാഗത്തും ഓരോ സർഫസ് ഉണ്ട്. അപ്പോൾ ഈ മുകളിലുള്ള സർഫസ് ഏരിയ വെക്ടറായി എടുക്കുമ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയുള്ള സർഫസ് ഏരിയയും ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയി ഔട്ട്വേർഡ്സ് ലംബമായും പുറത്തേക്കും ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ സർഫസ് ഏരിയയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഈ ഡയറക്ഷൻ. ഇതിന് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആൻഡ് ഔട്ട്വേർഡ്സ്. അതേപോലെ ഇവിടെയാണെങ്കിൽ എൻ്റെ നേരെ, ഇവിടെയാണെങ്കിലോ നിങ്ങളുടെ നേരെ, അതേപോലെ ഈ സൈഡിലാണെങ്കിലോ ഇങ്ങോട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സർഫസ് ഏരിയയുടെ ഡയറക്ഷൻ എടുക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് phi is equal to ES cos theta. E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും എസ് എന്ന് പറയുന്നത് സർഫസ് ഏരിയയുമാണ്. തീറ്റ എന്ന് പറയുന്നത് അവ തമ്മിലുള്ള ആംഗിൾ. അപ്പോൾ ഇവിടെ രണ്ട് നോക്കുക. ഗോസസ് ലോ പറയുന്നതും ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് നമുക്കിവിടെ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഒരു ഡെഫിനിഷനും ഉണ്ട്. നമ്മൾ അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ എടുക്കുമ്പോൾ ഈ രണ്ട് ഇക്വേഷനുമാണ് എടുക്കുക. അതായത് ആ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഗോസസ് ലോ എടുത്തിട്ട് ഇലക്ട്രിക് ഫ്ലക്സ് എത്രയും എഴുതും. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡെഫിനിഷൻ കാരണം ഓരോ സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എടുത്ത് അതെല്ലാം കൂടി ആഡ് ചെയ്ത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സും കാണും. എന്നിട്ട് ആ രണ്ട് എക്സ്പ്രഷനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന് ഒരു എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ നമ്മൾ 3 ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ ആണ് കാണാൻ പോകുന്നത്. ഒന്ന്, to find the electric field due to an infinitely long straight wire carrying charge. രണ്ടാമത്തേത്, electric field due to a thin sheet which is uniformly charged. And മൂന്നാമത്തേത്, the electric field due to a thin spherical shell which is charged. അപ്പോൾ ഈ 3 കേസസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഇൻഫിനിറ്റ്ലി ലോങ് യൂണിഫോംലി ചാർജ് സ്ട്രെയിറ്റ് വയർ. അപ്പോൾ ഗോസസ് ലോയും ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫ്ലക്സും എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ കാണുന്ന ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ, അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ. അതിൽ ഒന്നാമത്തേത്, the electric field due to an infinitely long straight uniformly charged wire. അപ്പോൾ ഇതെന്താ സിറ്റുവേഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അനന്തമായത് അല്ലേ? അപ്പോൾ വളരെ നീളം കൂടിയ ഒരു വയറാണ്. ഇൻഫൈനൈറ്റ്ലി ലോങ്, വളരെ നീളം കൂടിയ ഒരു വയറാണ്. സ്ട്രെയിറ്റ് വയറാണ്. വിച്ച് ഇസ് യൂണിഫോംലി ചാർജ്.
യൂണിഫോംലി ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ആ വയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗത്ത് കൂടുതൽ ചാർജ്, ഒരു ഭാഗത്ത് കുറവ് ചാർജ് അങ്ങനെ ഉണ്ടാവില്ല. എല്ലാ സ്ഥലത്തും ചാർജ് ഒരേ തോതിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഒരു ഫിഗർ വരയ്ക്കുകയാണ്. ഫിഗർ നിർബന്ധമാണ്, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വരച്ചോളൂ. എക്സാമിനും ഇത് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഫിഗർ നിർബന്ധമായിട്ടും വരണം. അപ്പോൾ ആദ്യം ഞാൻ ഒരു ലോങ് ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ, സ്ട്രെയിറ്റ് വയർ എടുക്കും. സപ്പോസ് ഇറ്റ് ഈസ് യൂണിഫോംലി ചാർജ്, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയ വയറാണെന്ന് കരുതുക. ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ എനിക്ക് വരയ്ക്കാൻ പറ്റില്ല, ഈ ബോർഡിൻ്റെ ഉള്ളിൽ കൊള്ളുന്നതല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു നീണ്ട വയർ വരച്ചത്. ഇനി ഈ വയർ കാരണം ഇതിൻ്റെ അടുത്തൊരു പോയിന്റ് പി എടുത്തു, അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ വയർ. എങ്കിൽ ഈ പി എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പം അതിന് ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്, നമുക്ക് ഗോസസ് ലോ പഠിച്ചപ്പോൾ പറഞ്ഞു ദ ഫ്ലക്സ് ത്രൂ എ ക്ലോസ് സർഫസ്. അപ്പോൾ എപ്പോൾ നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യുമ്പോഴും നമുക്കൊരു സർഫസ് ഇമാജിൻ ചെയ്യും. അപ്പോൾ ഈ ഷേപ്പ് ഒരു വയറിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് ഇത് ഉൾക്കൊള്ളുന്ന ഒരു സിലിണ്ട്രിക്കൽ സർഫസ് ആണ് ഞാൻ ഇമാജിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഉൾക്കൊള്ളും, ഇതിൻ്റെ ഉള്ളിലൂടെ ഈ വയറ് ഉള്ളിലായ ഒരു സിലിണ്ട്രിക്കൽ സർഫസ് ഉണ്ടെന്ന് കരുതുക. അതാണ് ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ ഒരു സർഫസ്, ഒരു സിലിണ്ട്രിക്കൽ സർഫസ്. സിലിണ്ട്രിക്കൽ സർഫസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിൻ്റെ മുകളിലും ഒരു സർക്കിൾ ഉണ്ടാവും, താഴെ ഒരു സർക്കിൾ ഉണ്ടാവും, പിന്നെ ഇങ്ങനെ ഒരു കുഴലാണ് ഒരു സിലിണ്ട്രിക്കൽ സർഫസ്. അപ്പോൾ അതിലൂടെ ഈ വയറിങ്ങനെ പോകുന്നു. അപ്പോൾ കണ്ടോ, ഇവിടെ മുകളിലൊരു സർക്കിൾ ഉണ്ട്, താഴെ ഒരു സർക്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ മുകളിലും താഴെയും ഓരോ സർഫസ് ഉണ്ട്. അത് കൂടാതെ അതിന് ചുറ്റുമായി ഒരു കർവ്ഡ് സർഫസും ഉണ്ട്. അപ്പം ഞാൻ ഈ മുകളിലത്തെ സർഫസ് ഏരിയനെ S1 എന്ന് കാണിക്കും, താഴത്തെ സർഫസ് ഏരിയനെ S2 എന്ന് കാണിക്കുകയാണെങ്കിൽ ഈ കർവ്ഡ് സർഫസ് ഏരിയനെ S3 എന്ന് കാണിക്കുകയാണ്. ഓക്കെ, ഈ 3 സർഫസും ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞു യൂണിഫോംലി ചാർജ്ഡ് വയർ. അപ്പം ഞാൻ ഓരോ മീറ്റർ ഈ വയർ മുറിച്ചെടുത്താൽ ആ ഒരു മീറ്റർ വയറിൽ എത്ര ചാർജ് ഉണ്ടാവും അതിന് നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയും. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റ് ലെങ്ത്തിലും എത്ര ഇലക്ട്രിക് ചാർജ് അതിനുണ്ട്. ഇൻഫൈനൈറ്റ്ലി ലോങ് അല്ലേ, അപ്പോൾ നമുക്ക് അത് എത്രയെന്ന് അറിയില്ല, ടോട്ടൽ ചാർജ് എത്രയെന്ന് അറിയില്ല. പക്ഷേ ഓരോ മീറ്ററിലും യൂണിഫോം ആണ്, അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും ചാർജ്. അതിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്ന സിമ്പിളാണ് നമ്മൾ കൺവെൻഷനലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി, ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. This is equal to Q divided by L. Suppose ഈ സിലിണ്ടർ, ഇമാജിനറി ഗോസിയൻ സിലിണ്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണെന്ന് കരുതുക. ഇതിന്റെ ലെങ്ത് L ആണ് എന്ന് കരുതുക. അപ്പോൾ ഇതിനുള്ള ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? Q will be equal to lambda into L. അപ്പോൾ Q is equal to lambda into L. അപ്പോൾ നമുക്ക് ചാർജ് എൻക്ലോസ്ഡ് by this imaginary Gaussian cylinder എത്രയാണെന്ന് കിട്ടും? ലാംഡ ഇൻറ്റു എൽ. അതൊരു ഇക്വേഷൻ ആയിട്ട് ഇവിടെ കഴിഞ്ഞാട്ടെ, ഇക്വേഷൻ 1 ആയിട്ട്. കാരണം നമ്മൾ ഈ ചാർജിൻ്റെ വാല്യൂ ഇപ്പോൾ ഉപയോഗിക്കും. ഇനി നമുക്ക് ഗോസസ് ലോ ഉപയോഗിക്കാം. സോ ബൈ ഗോസസ് ലോ എന്താ ഗോസസ് ലോ? The electric flux enclosed phi is equal to Q by epsilon naught. അല്ലേ? അപ്പോൾ this is equal to Q എന്താണ്? lambda L by equation 1. ഞാനത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ lambda L by epsilon naught. അപ്പോൾ phi is equal to lambda L by epsilon naught എന്ന് ഞാൻ ഇക്വേഷൻ 2 എടുത്തു. ഇനി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദിസ് ഇമാജിനറി സർഫസ് phi, total electric flux total electric
എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇവിടെ ഒരു സർഫസ് ഉണ്ട് S1. സപ്പോസ് അതിന്റെ ഫ്ലക്സ് അതിലൂടെയുള്ള ഫ്ലക്സ് φ1 ആണെന്ന് കരുതുക. ഇനി ഇവിടെ ഒരു സർഫസ് ഉണ്ട് S2, താഴെയുള്ള സർഫസ്, അതിലൂടെയുള്ള ഫ്ലക്സ് φ2 ആണെന്ന് കരുതുക. ഇനി കർവ്ഡ് സർഫസിലൂടെ പുറത്തേക്ക് പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് φ3 ആണെന്ന് കരുതുക. ഇത് മൂന്നും കൂടി കൂട്ടിയാലേ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടുള്ളൂ. അപ്പോൾ the total electric flux phi is equal to φ1 plus φ2 plus φ3. അത് എത്രയാണെന്ന് നോക്കാം. ആദ്യം ഇവിടെ ഇതൊരു പോസിറ്റീവ്ലി ചാർജ് വയറാണ് അല്ലേ? അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ എങ്ങോട്ടായിരിക്കും? നിങ്ങൾക്ക് അറിയുണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്കാണ് പോകുന്നത്. അതായത് പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു വയർ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഈ ദിശയിലായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ ഇങ്ങോട്ടാണ്. S1 അല്ലേ സർഫസ് ഏരിയ? സർഫസ് ഏരിയയുടെ ഡയറക്ഷൻ എന്താ? സർഫസിൽ നിന്ന് പെർപെൻഡിക്കുലറും ഔട്ട്വേർഡ്സും. അപ്പോൾ ഇങ്ങനെയായിരിക്കും S1ന്റെ ഡയറക്ഷൻ അല്ലേ? S1 ഒരു വെക്ടർ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. എന്താണ് cos 90? cos 90 is equal to 0. എപ്പോഴും നമുക്ക് 4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം മാത്സിലെ. cos 0 1, cos 90 0, അതേപോലെ sin 0 0, sin 90 1. അപ്പോൾ ഈ 4 കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫിസിക്സിൽ ആവശ്യമുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് cos 90 എത്രയാണ്? 0 ആണ്. ഫ്ലക്സ് φ എത്രയാണ്? E.S, അതായത് ES cos θ. ഇവിടെ cos 90 0 ആയത് തന്നെ cos θ അവിടെ 0 ആവും. അപ്പോൾ ഈ ക്വാണ്ടിറ്റി 0 ആവും. അതുപോലെ ഇങ്ങോട്ട് നോക്കുക, ഇവിടെ പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ ഇങ്ങോട്ടായിരിക്കും. സർഫസ് ഏരിയ S2ന്റെ ദിശ താഴേക്ക്. കാരണം താഴത്തെ സർഫസിന് പെർപെൻഡിക്കുലർ ആൻഡ് ഔട്ട്വേർഡ്സ് എന്ന് പറയുമ്പോൾ താഴെ. അപ്പോൾ ഈ ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പോൾ cos 90 0 ആയതുകൊണ്ട് തന്നെ φ2 0 ആകും. ഇനി കർവ്ഡ് സർഫസ് ഉണ്ട് അല്ലേ? അപ്പോൾ കർവ്ഡ് സർഫസിൽ നമ്മൾ ഇങ്ങനെ എടുത്താൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെ റേഡിയസിൽ നിന്ന് പുറത്തേക്കായിരിക്കും പോവുക. ഏത് വയർ എടുത്താലും ആ കർവ്ഡ് സർഫസ് എടുത്ത് നോക്കുക. അപ്പം അതിന്നും ഏത് പോയിന്റിൽ എടുത്താലും പുറത്തേക്കാണ് അല്ലേ? അപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ സർഫസ് ഏരിയ എങ്ങനെയായിരിക്കും? അങ്ങോട്ട് തന്നെയായിരിക്കും. അപ്പം രണ്ടും റേഡിയൽ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. അതായത് ഒരേ ദിശയിലാണ് ഇലക്ട്രിക് ഫീൽഡും വരുന്നത്, സർഫസ് ഏരിയയുടെ ഡയറക്ഷനിൽ വരുന്നത്. ഒരേ ഡയറക്ഷനിൽ 2 വെക്ടർ പോവുകയാണെങ്കിൽ അവ തമ്മിലുള്ള ആംഗിൾ എത്രയാ? 0. അപ്പോൾ വാട്ട് ഈസ് cos 0? 1. അപ്പോൾ φ3 എന്ന് പറയുന്നത് E into S3 into cos 0. cos 0 എത്രയാണ്? 1. അപ്പോൾ E into S3 എന്ന് എഴുതാം. S3 എന്ന് പറഞ്ഞാൽ ഈ ക്ലോസ്ഡ് സർഫസ്, ഈ കർവ്ഡ് സർഫസിന്റെ ഏരിയ ആണ്. ഒരു സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസിന്റെ ഏരിയ എത്രയാ? അതിന്റെ റേഡിയസ് r ആണ്, ലെങ്ത് l ആണ്. എങ്കിൽ 2πr into l ആയിരിക്കും അതിന്റെ കർവ്ഡ് സർഫസിന്റെ ഏരിയ. അപ്പോൾ E into 2πr l അതാണ് ഇലക്ട്രിക് ഫ്ലക്സ് due to the third surface. അപ്പോൾ ഈ φ1 ഇവിടെ 0 ആണ്, φ2 0 ആണ്. നിങ്ങൾ അവിടെ ആ ഫിഗറിന്റെ അടുത്ത് തന്നെ കാണിച്ചാൽ മതി. എന്നിട്ട് ആ വാല്യൂസ് ഇവിടേക്ക് എടുത്ത് എഴുതിയാൽ മതി. φ1 ഉം φ2 ഉം 0 അല്ലേ? പിന്നെ ബാക്കി എന്താ ഉള്ളത്? φ. അതിന്റെ വാല്യൂ എത്രയാണ്? 2πrl into E or E into 2πrl. ഇത് രണ്ടും 0 ആണ്. അപ്പോൾ അത് ഞാൻ എഴുതുന്നില്ല. അപ്പോൾ this is equal to E into 2πrl. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് കിട്ടി. നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു ഫ്ലക്സിന് എക്സ്പ്രഷൻ ഉണ്ട്. ഇത് രണ്ടും φ തന്നെയല്ലേ? ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 3 φ തന്നെയല്ലേ? അപ്പോൾ നമുക്ക് അതിനെ ഇക്വേറ്റ് ചെയ്യാതെ രണ്ടും φ ആണ് അല്ലേ? അപ്പോൾ ഇനി എനിക്ക് ഈ ഫിഗറിന്റെ ആവശ്യമില്ല.
അപ്പോൾ നിങ്ങളെല്ലാവരും വരച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ ഇക്വേഷൻസ് എല്ലാം എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതുകൊണ്ട് ഞാനിത് മായ്ച്ചു കളയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വേണം എനിക്ക് ബാക്കി എഴുതാൻ. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം രണ്ടും 5 തന്നെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ ബൈ ഇക്വേഷൻ 2 ആൻഡ് ഇക്വേഷൻ 3 ഞാൻ ബാക്കി ഇവിടെയാണ് കേട്ടോ എഴുതുന്നത്. അപ്പോൾ ബൈ ഇക്വേഷൻ 2 ആൻഡ് 3 രണ്ടും 5 എന്താണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ലാംഡ ഇ 2πRL ഇക്വേഷൻ 3ലുള്ള 5 ഈക്വൽ ടു ലാംഡ എൽ ബൈ എപ്സിലോൺ നോട്ട്. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പോൾ ഇതിലെ ഇലക്ട്രിക് ഫീൽഡ് മാത്രം ഒരു ഭാഗത്ത് നിർത്തി ബാക്കിയുള്ളതിനെ ഞാൻ മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ E is equal to lambda L by epsilon naught ഇവിടെ ഉണ്ട്. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എവിടെയാവും? ഡിനോമിനേറ്ററിലേക്ക് പോകും. അപ്പോൾ ഇൻറ്റു 2πRL. അപ്പോൾ L ക്യാൻസൽ ചെയ്യാലോ. അപ്പോൾ E is equal to lambda divided by 2π epsilon naught into R. അതിൻ്റെ 2 πയും R epsilon naughtum ഞാൻ എഴുതി. But this is the electric field due to an infinitely long, straight, uniformly charged wire. അപ്പോൾ ഇതാണ് application of Gauss's law. അപ്പോൾ ഈ application of Gauss's law ഇത്രയും ഇതിൻ്റെ കൂടെ ഒരു ഫിഗറും എക്സാമിന് വന്നാൽ എന്തായാലും എഴുതണം. ഇത് സ്വതവേ ഒരു 3 മാർക്കിനുള്ള ചോദ്യമായിട്ട് ഉണ്ടാവാറുണ്ട് എക്സാമിന്. So this is the electric field due to an infinitely long, uniformly charged wire. So E is equal to lambda by 2π epsilon naught R. ഇവിടെ lambda എന്താണ്? Linear charge density. R എന്താണ്? Distance from the wire. അപ്പോൾ നമ്മൾ ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്തപ്പോൾ ആ പോയിന്റ് ആ സിലിണ്ടറിലൂടെയുള്ള സർഫസിലുള്ള ഒരു പോയിന്റായി എടുക്കുന്ന പോലെയാണ് കൺസിഡർ ചെയ്തത് അല്ലേ. അപ്പോൾ R എന്ന് പറയുന്നത് ആ വയറിൽ നിന്ന് പോയിന്റ് Pയിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ ഇത് 1/r എന്ന തോതിലാണ് ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു പോവുക. നമ്മൾ ഇതിനു മുമ്പ് കൂലോംസ് ലോ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് is equal to 1/4π epsilon naught q/r² എന്ന് വെച്ചു അല്ലേ. അപ്പോൾ ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു പോകുന്നത് 1/r² എന്ന തോതിലാണ്. പക്ഷെ ഇവിടെ ഒരു വയർ ആവുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയുന്നത് 1/r എന്ന തോതിലാണ്. അപ്പോൾ ഒരു പോയിന്റ് ചാർജിൽ നിന്ന് ദൂരേക്ക് പോകുന്തോറും എത്ര പെട്ടെന്ന് ഇലക്ട്രിക് ഫീൽഡ് കുറയുന്നോ അത്രയും പെട്ടെന്ന് ഒരു ഇൻഫിനിറ്റ് ലോങ് വയർ വിച്ച് ഇസ് ചാർജ് അതിൽ നിന്ന് ദൂരേക്ക് പോകുമ്പോൾ അത്ര പെട്ടെന്ന് കുറയില്ല. നോട്ട് ആസ് 1/r², ഇറ്റ് ഈസ് ഓൺലി ആസ് 1/r. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കാണാനുള്ള ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ, ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ വെരി തിൻ ഷീറ്റ് ഓഫ് ചാർജ്. അപ്പോൾ ഇതെല്ലാവരും നോട്ട്സ് കംപ്ലീറ്റ് ആക്കി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ നോക്കാം. Second application of Gauss's law, the electric field due to a thin sheet of charge. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം ഒരു തിൻ ഷീറ്റ് കൺസിഡർ ചെയ്യും. നേരത്തെ നമ്മളൊരു വയറിൽ ചാർജ് ഉണ്ടായപ്പോൾ അതിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റിയാണ് എടുക്കുന്നത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു തിൻ ഷീറ്റ്. അപ്പോൾ 1 ഡയമെൻഷൻ അല്ല, ഒരു പ്ലെയിൻ ആണ് ഉള്ളത്. അപ്പം നമുക്കിവിടെ ഒരു തിൻ ഷീറ്റ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇതൊരു തിൻ ഷീറ്റ് ആണെന്ന് കരുതുക.
ഈ തിൻ ഷീറ്റ് കംപ്ലീറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇനി ഈ ഷീറ്റിൽ നമ്മൾ കരുതുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി അല്ല, പകരം സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. കാരണം ഇതിൻ്റെ സർഫസിൽ മുഴുവനാണ് എന്തുള്ളത്, ചാർജ് ഉള്ളത്. അപ്പോൾ സപ്പോസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് സിഗ്മ. ഇത് സ്മോൾ ലെറ്റർ സിഗ്മയാണ് കേട്ടോ. നിങ്ങൾ ഇതിനു മുമ്പ് സിഗ്മ എന്ന് ഇങ്ങനെയും പഠിച്ചിട്ടുണ്ടാവും, ഇതിനെയും സിഗ്മ എന്ന് വായിച്ചിട്ടുണ്ടാവും. ഇത് ക്യാപിറ്റൽ ലെറ്റർ സിഗ്മയാണ്, ഇത് സ്മോൾ ലെറ്റർ സിഗ്മയാണ്. അപ്പോൾ നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി സ്വതവേ കാണിക്കാതെ സിഗ്മ എന്ന സിമ്പിളാണ്. എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റി? ഇറ്റ് ഈസ് ദ ചാർജ് പെർ യൂണിറ്റ് സർഫസ് ഏരിയ. അപ്പോൾ ഒരു ഏരിയ എ എടുത്തു കഴിഞ്ഞാൽ ചാർജ് Q ആണെങ്കിൽ Q/A ആയിരിക്കും സർഫസ് ചാർജ് ഡെൻസിറ്റി. അതായത് ഈ തിൻ ഷീറ്റിനെ ഓരോ മീറ്റർ സ്ക്വയർ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ ആ ഓരോ കഷ്ണത്തിലും ഉണ്ടാകുന്ന ചാർജിനെയാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി അഥവാ സിഗ്മ എന്ന് പറയും. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ഇനി നമ്മൾ ഒരു ഗോസസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു ഇമാജിനറി സർഫസ് കൺസിഡർ ചെയ്യണം. ബിക്കോസ് അക്കോർഡിംഗ് ടു ഗോസസ് ലോ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്. അപ്പോൾ ഒരു ക്ലോസ് സർഫസ് നമുക്ക് ഇമാജിൻ ചെയ്യണം. ഇത് ഒരു തിൻ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഉൾക്കൊള്ളുന്ന ഒരു തരം സർഫസാണ് ഞാൻ ഇമാജിൻ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ? ഒരു റെക്റ്റാങ്കിൾ ബോക്സ് ആണെങ്കിലോ ഈ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഈ തിൻ ഷീറ്റ്, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ ഈ തിൻ ഷീറ്റ് വരും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെയൊരു റെക്റ്റാങ്കുലർ ബോക്സ്. ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ പോലെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു കഷ്ണം, സപ്പോസ് ഈ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണെന്ന് കരുതുക. അപ്പോൾ ഇതിൻ്റെ ഏരിയ എ ആയിരിക്കും, ഈ ഏരിയ എ ആയിരിക്കും, ഈ ഏരിയ എ ആയിരിക്കും. കണ്ടോ? ഈ തിൻ ഷീറ്റ് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു കഷ്ണം പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ തിൻ ഷീറ്റ് കടന്നു പോകുന്ന രീതിയിലൊരു ബോക്സ് ആണ് ഞാൻ ഇമാജിനറി ഗോസിയൻ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെയുള്ള ഇതിലൂടെയുള്ള ഫ്ലക്സ് എത്ര എന്നാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഉണ്ട്. അപ്പോൾ ഈ ഒരു സർഫസ് ക്രോസ് സെക്ഷനിൽ ഏലുള്ള ഏരിയയിലുള്ള ചാർജ് Q ആണെങ്കിൽ സിഗ്മ വിൽ ബി ഈക്വൽ ടു Q/A, ചാർജ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? Q വിൽ ബി ഈക്വൽ ടു സിഗ്മ ഇൻറ്റു A. അപ്പോൾ ഈ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉൾക്കൊള്ളുന്ന ചാർജ് എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു A. A charge enclosed by this imaginary Gaussian surface is sigma into A. ഇത് നമുക്ക് നേരത്തെ പോലെ ആവശ്യം വരും. അപ്പോൾ ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആക്കി വെച്ചു. കാരണം ഈ ചാർജ് നമുക്ക് അടുത്ത് തന്നെ ആവശ്യം വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഗോസസ് ലോ എഴുതണം. എന്താണ് ഗോസസ് ലോ? ബൈ ഗോസസ് ലോ phi is equal to Q by epsilon naught. നമുക്കറിയാം Q is equal to sigma into A. So this is equal to sigma A divided by epsilon naught. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആക്കി വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യുക? ടോട്ടൽ ഫ്ലക്സിൻ്റെ ഡെഫിനിഷൻ വഴി എഴുതണം അല്ലേ? അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് phi equal to, ഇവിടെ എത്ര സർഫസ് ഉണ്ട്? ഇതാ ഈ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ഞങ്ങൾ എടുക്കുകയാണ്. ഈ ഒരു സർഫസ് ഉണ്ട്, ഈ ഒരു സർഫസ് ഉണ്ട്, പിന്നെ ഈ ചുറ്റുമുള്ള 4 സർഫസുകളുണ്ട് അല്ലേ? സപ്പോസ് ഈ സർഫസ് എടുത്തു എന്ന് വിചാരിച്ചോ. ഇവിടെ ഈ ഏരിയയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങോട്ടാണ് എയുടെ ഡയറക്ഷൻ അല്ലേ? സർഫസ് ഏരിയയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്?
ഇതൊരു പോസിറ്റീവ് പ്ലേറ്റ് അല്ലേ, പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് പുറത്തേക്ക്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ദിശയും ഇങ്ങോട്ട്. ഏരിയയും ഇലക്ട്രിക് ഫീൽഡും ഒരേ ദിശയിലാണ്. അപ്പോൾ ഈ സർഫസിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് phi will be equal to, ഇവിടെ തീറ്റ എത്രയാണ്, രണ്ടും ഒരേ ദിശയിലായതുകൊണ്ട് തീറ്റ is equal to 0. What is cos 0? 1. അപ്പോൾ EA cos theta, that is cos 0, which is 1. അപ്പോൾ EA into 1 ആണ്. അപ്പോൾ ഞാൻ EA എന്ന് എഴുതും. ഇവിടെയും ഫ്ലക്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ ഫ്ലക്സ് ഉണ്ടാവും, ഇവിടെ ഏരിയയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇതല്ലേ പോസിറ്റീവ് പ്ലേറ്റ്. അപ്പോൾ അവിടുന്ന് പുറത്തേക്ക്. അപ്പോൾ ഈ ദിശയിൽ തന്നെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പോൾ ഈ സർഫസിൽ ഉണ്ടാവുന്ന ഫ്ലക്സിൻ്റെ അളവും ഇൻറ്റു ഏരിയ ആയിരിക്കും. ഇനിയുള്ളത് എന്താണ്, ഇങ്ങനെയുള്ള സർഫസുകളാണ് അല്ലേ. അപ്പോൾ ഈ ഓരോ സർഫസിലും നോക്കുക, ഇവിടെ ഈ സർഫസാണ് എടുത്തത് എങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ മുകളിലേക്ക്, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഈ ദിശയിലേക്ക്. അപ്പോൾ ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി. അപ്പോൾ കോസ് 90 എത്രയാണ്, 0. അപ്പോൾ ഈ സർഫസിലൂടെയുള്ള ഫ്ലക്സ് 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എടുത്തു എന്ന് വിചാരിക്കാം. ഇവിടെ ആണെങ്കിൽ ആ സർഫസ് ഏരിയ ഇങ്ങോട്ടാണ്, പുറത്തേക്ക്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഈ ദിശയിൽ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് പുറത്തേക്കല്ലേ. അപ്പോൾ അവിടെയും ആംഗിൾ ബിറ്റ്വീൻ സർഫസ് ഏരിയ 90 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ കോസ് 90 0 ആയതുകൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയിരിക്കും. ഇവിടെ താഴെ ആകുമ്പോഴും ഏരിയ താഴോട്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്. അപ്പോൾ അവിടെയും ഫ്ലക്സ് 0 ആയിരിക്കും. ബാക്ക് സൈഡിലാണെങ്കിലും ഫ്ലക്സ് 0 ആയിരിക്കും. കാരണം ഈ 4 സർഫസിലും സർഫസ് ഏരിയയും ഇലക്ട്രിക് ഫീൽഡും എങ്ങനെയാണ്, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അപ്പോൾ for all other surfaces the electric flux is 0. അതൊരൊറ്റ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. For all other surfaces phi is equal to 0 because theta is equal to 90 degree. Electric fieldum areaയും perpendicular to each other ആണ്. അതുകൊണ്ട് ബാക്കി എല്ലാ സർഫസിലും phi എന്ന് പറയുന്നത് 0 ആയിരിക്കും. ടോട്ടൽ ഫ്ലക്സ് എന്താണ്, ഇവിടെ ഒരു EA ഉണ്ട്, ഇവിടെയും ഒരു EA ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊരു ഫിഗർ വഴിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായാൽ ഈ ഫിഗറും ഈ phi ഒക്കെ അതിൽ കാണിക്കേണ്ടത് നിർബന്ധമാണ് കേട്ടോ. ഇനി ടോട്ടൽ ഫ്ലക്സ് phi is equal to EA plus E, അതുകൊണ്ട് 2EA ടോട്ടൽ ഫ്ലക്സ് കിട്ടി. അത് ഇക്വേഷൻ നമ്പർ 3. ഇനി ഇക്വേഷൻ രണ്ടിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2 ആൻഡ് ഇക്വേഷൻ 3. ഇക്വേഷൻ 2ഉം 3യും phi എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടും 2EA is equal to sigma by epsilon naught. അഥവാ ബാക്കി ഇവിടെയാണ് കേട്ടോ എഴുതുന്നത്. E is equal to ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്നല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ E is equal to 2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ താഴെ പോകും, എയും താഴെ പോകും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, സിഗ്മ ഡിവൈഡ്